ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു പഹയൻ മൂവീസ്. ഇന്നും 3 സിനിമയാണ്. സിനിമ അവിയൽ തന്നെയാണ്. ഒന്ന് ഒരു ഫ്രഞ്ച് സിനിമ, അല്ല 3 ഫ്രഞ്ച് സിനിമയാണ്. എന്താ ചെയ്യും, നമ്മളൊരു ഫ്രഞ്ചുകാരനാവുന്നുണ്ടോ എന്നുള്ള ചെറിയൊരു സംശയമുണ്ട്. ആദ്യത്തെ സിനിമ യങ് അഹമ്മദ് എന്നുള്ളതാണ് പേര്. യങ് അഹമ്മദ് ഒരു ബെൽജിയൻ ഡ്രാമ ഫിലിമാണ്. ഈ സിനിമ ഒരു ഒരു ഇടയ്ക്ക് വിഷമവും അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഒരു മുസ്ലിം സ്റ്റുഡൻ്റാണ്. ആ മുസ്ലിം സ്റ്റുഡൻറ്റ് റാഡിക്കലൈസ് ആവുന്നുണ്ട് എന്നുള്ളൊരിതുണ്ട്. അപ്പം ആ പ്രദേശത്തുള്ളൊരു ഇമാമുണ്ട്, ഒരു കക്ഷി. ആ ഇമാം ഈ മുസ്ലിം കുട്ടിയുടെ സ്റ്റുഡൻറ്റ് ടീച്ചറുണ്ട്. ഈ കുട്ടിക്ക് വലിയ ഇഷ്ടമുള്ള ടീച്ചറാണ്. പക്ഷെ ആ ടീച്ചർ ജീവിക്കുന്നത് മുസ്ലിം രീതികളനുസരിച്ചല്ല എന്നും പറഞ്ഞിട്ട് ഇമാം ഈ കുട്ടീൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് പറഞ്ഞ് കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ടീച്ചറെ കൊല്ലാൻ നോക്കുക. ചെറിയ കുട്ടിയാണ്. അതിന് കുട്ടീനെ ഈ അവർ ഒരു പ്രോഗ്രാമിലാക്കും. എന്നിട്ട് എങ്ങനെ ആ ടീച്ചറും ആ കുട്ടിയും തമ്മിലുള്ള എങ്ങനെ ആ കുട്ടി ഈ പ്രോബ്ലത്തിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സിനിമേൻ്റെ സംഭവം. വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ടീച്ചർ എങ്ങനെയാണത് ഡീൽ ചെയ്യുന്നത്, ആ കുട്ടി പെട്ടെന്ന് കുട്ടി റിഫോം ആവുന്നുണ്ടോ, എന്താണ് ആ കുട്ടിക്ക് റിഫോം ആവാനുള്ള സംഭവം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കോൺവെർസേഷൻസ് അതുണ്ട്. അതായത് മതം എന്നുള്ളത് ഒരാളുടെ വിശ്വാസമാണ്, ഒരാളുടെ ജീവിക്കാനുള്ള രീതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അത് നിങ്ങളുടെ മതത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ഒരു നറേറ്റീവിൽ കൂടെ സാധനം പോകാണ്ട് എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത്. ആ ഇമാമിനെ അറസ്റ്റ് ചെയ്യും, കാരണം അത് വേറെ കുട്ടികളെയും ബാധിക്കുന്നില്ല. പക്ഷേ ഈ കുട്ടിയെ ആ കുട്ടിയുടെ മതത്തിലുള്ള ആൾക്കാർ തന്നെ, ഇസ്ലാം മതത്തിലുള്ള ആൾക്കാർ തന്നെ എങ്ങനെ സമീപിക്കുന്നു, സംസാരിക്കുന്നു, എങ്ങനെ ഈ സമൂഹത്തിൽ ആ വിഷം തുപ്പുന്ന ആൾക്കാർ, അതിപ്പോൾ ഏത് മതത്തിലുള്ള ആൾക്കാരും ഒരേപോലെയുള്ള ദോഷമാണ് ചെയ്യുന്നത് എന്നുള്ള രീതി മനസ്സിലാക്കിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. പറ്റുകയാണെങ്കിൽ കാണും. മൂവി എന്നുള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമയും കണ്ടിട്ടുള്ളത്. അടുത്തത് ഇത് ഒരു ഗംഭീര സിനിമയാണ് കേട്ടോ. 2 days 1 night, 2 പകലും 1 രാത്രി. ഒരു ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ. ഭാര്യയുടെ ജോലി നഷ്ടപ്പെടല്ല, തിങ്കളാഴ്ച ഒരു വോട്ടെടുപ്പ് ചെയ്യണം. അതായത് ഒരാളെ പുറത്താക്കണം. അത് വോട്ടെടുത്തപ്പം ഈ സ്ത്രീനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് വോട്ട് എങ്ങനെയായിരുന്നു, അതായത് ബോണസ് വേണോ ഒരാളെ പുറത്താക്കണോ എന്ന് ചോദിച്ചപ്പോൾ ബോണസ് വേണം എന്നുള്ളതാണ് എല്ലാവരും കൂടിയിട്ട് വോട്ട് ചെയ്തത്. അങ്ങനെ ഈ സ്ത്രീയുടെ ഒരു ഫ്രണ്ട് വന്ന് പറയുകയാണ്, നമ്മൾ ബോസിനെ കണ്ടിട്ട് ഒന്നും കൂടെ വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണം, നീ ആൾക്കാരോട് സംസാരിക്കുന്നുള്ളത്. അങ്ങനെ ഇവള് ഓരോരുത്തരും 2 പകലും 1 രാത്രിയും ബാക്കിയുള്ള ജോലിയിലുള്ള ഏതാണ്ട് 11 പേരായിട്ടുണ്ട്. ആ 11 പേരിൽ വോട്ട് ഓരോരുത്തരുടെ അടുത്തും ചോദിച്ചിട്ട് നിങ്ങളുടെ ബോണസ് വേണ്ടാന്ന് വെച്ച് എന്നെ ജോലിയിൽ വെക്കണമെന്നുള്ളത് വോട്ട് ചെയ്യാൻ തയ്യാറാവണമെന്ന്. ആ നെഗോഷിയേഷനാണ്. അതായത് കാരണം അവർക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കുടുംബം പോറ്റാൻ പറ്റില്ല. ഭർത്താവിന് ജോലിയുണ്ട്, പക്ഷേ 2 പേരിനും ജോലി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും പോകുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ ബോണസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ആവശ്യം വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് ഈ ജോലിയിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കണമെന്നുള്ളത്. എനിക്ക് ഭയങ്കര മനസ്സ് തട്ടിപ്പോയി ആ സിനിമ കണ്ടപ്പം. അതിൽ ഓരോ കോൺവെർസേഷൻസിലും ആരും മോശമല്ല അതിൽ, പക്ഷേ ഏത് ഡിസിഷൻ എടുക്കണം, ഓരോരുത്തർക്കും ഇവരെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഇവർക്ക് ബോണസ് കിട്ടുന്നതാണ്. അപ്പോൾ അത് മാനേജ്മെൻറ്റ് ചെയ്യുന്നൊരു കളിയാണ്.
മാനേജ്മെൻറ്റ് ഈ ബോണസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി നോക്കുകയാണ്. അതിൽ അവിടെ ജോലി എടുക്കുന്ന ആൾക്കാർ ദേ ബിക്കം വിക്ടിംസ് ടു ദാറ്റ് ഹോൾ തിങ്. അനദർ ഡേ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ മാതിരിയുള്ളൊരു തീം തന്നെയാണ്. ഒരു വർക്കിംഗ് ക്ലാസ് പ്രോബ്ലംസ് ഒക്കെ ആയിട്ടുള്ളൊരു സിനിമയാണ്. ചാൻസ് കിട്ടുകയാണെങ്കിൽ നോക്കുക. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി 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 ഇൻട്രസ്റ്റിംഗ് മൂവി. ദ അൺനോൺ ഗേൾ, അടുത്ത സിനിമ ഫ്രഞ്ച് സിനിമ തന്നെയാണ്. ഇതൊരു മിസ്റ്ററി മൂവിയാണ്. പക്ഷേ മിസ്റ്ററീനെക്കാട്ടും കൂടുതലൊരു മോറൽ ഡിലേമേൻ്റെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു സംഭവം. ഒരു ഗിൽട്ടിനെ കുറിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറും ഒരു ഇൻറ്റേണും ഉണ്ട്. അപ്പോൾ അവർ രാത്രി ക്ലിനിക്കിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, ക്ലിനിക്ക് പൂട്ടി. പക്ഷെ പുറത്ത് വന്നിട്ട് ഒരാൾ ബെല്ലടിക്കുന്നു. അപ്പം അത് തുറക്കാൻ വേണ്ടി ഇൻറ്റേൺ പോകുന്ന സമയത്ത് ഡോക്ടർ പറയും, ഡോക്ടർ ചെറുപ്പക്കാരിയായ ഡോക്ടറാണ്, അപ്പോൾ ഡോക്ടർ പറയും അത് വേണ്ട, അവർക്ക് സമയത്തിന് വരണ്ടേ, 7 മണിയായില്ലേ സമയം, 7 മണിക്ക് നമ്മളിനി തുറക്കാൻ പറ്റുമെന്നൊക്കെ വെച്ചിട്ട് തുറന്നില്ല. പുറത്ത് വന്നപ്പോൾ ആരുമില്ല. അങ്ങനെ ഇൻറ്റേണിനെ ഇഷ്ടപ്പെട്ടില്ല. ഇൻറ്റേൺ പറഞ്ഞില്ല, നമ്മൾ ഡോക്ടർമാരാണ്, നമ്മൾ സഹായിക്കും. അങ്ങനെ ഇൻറ്റേൺ പോവും. പിറ്റേ ദിവസം പോലീസ് വരികയാണ് ഇവരുടെ ക്ലിനിക്കിൽ. എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ CCTV ഉണ്ടോ? കാരണം CCTV വേണം, ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഒരാൾ മരിച്ചിട്ടുണ്ട് കുറച്ചപ്പുറത്ത്, ഒരു കോൺക്രീറ്റിൻ്റെ മുകളിൽ ഇവിടെ തലടിച്ചിട്ട് മരിച്ചാണ്. അവരുടെ അതിനെപ്പറ്റി അറിയാനാണ്. അപ്പോഴാണ് ഇവർ കൂടുന്നത്. നോക്കുമ്പോൾ ഇവർ പിന്നെ CCTV നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. അത് ആരുടെയോ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി വന്നിട്ട് ബെല്ലടിക്കുകയാണ്. ഇതാണ് ഇവർ തുറക്കാണ്ടിരുന്നത്. പിന്നെ അത് ഓടുന്ന സമയത്ത് ആരോ കൊന്നതോ എന്താ ഏതാ, അതാണ് മിസ്റ്ററി. ആ മിസ്റ്ററിയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് ഡോക്ടറുടെ ഗിൽട്ട് ട്രിപ്പിലേക്ക് പോവുക. ഞാനത് തുറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി മരിക്കില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, ആരാണ്, എന്താണ്, ആ കുട്ടി ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഡോക്ടർ അതിനുള്ളൊരു അന്വേഷണമാണ്. ഡോക്ടറുടെ രീതിയിലൊരു എന്താ പറയുക, ഒരു ആക്ഷൻ സിനിമയൊന്നുമല്ല. പക്ഷേ അവർക്ക് തോന്നുകയാണ് അവരാണ് ഉത്തരവാദി, ആ മരണത്തിന് ഉത്തരവാദി അവരാണ് എന്ന് അവർക്കങ്ങ് തോന്നുകയാണ്. ആൻഡ് ഷീ ഈസ് ട്രൈങ് ടു ഫിഗർ ഔട്ട് വാട്ട് ക്യാൻ ബി ഡൺ, വാട്ട് ക്യാൻ ചേഞ്ച് എന്നുള്ളത്. സോ ദാറ്റ് വാസ് എ അൺനോൺ ഗേൾ. അത് ഈ അൺനോൺ ഗേൾ എന്ന് പറയുന്നത് അതാണ്, ഈ ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ ഡോറ് വന്നിട്ട് ബെല്ലടിച്ചതാണ് ഈ അൺനോൺ ഗേൾ. ആ അൺനോൺ ഗേളാണ് അത്. ആർക്കും അറിഞ്ഞൂടാ ആരാണ് ഈ ഗേൾ എന്നുള്ളത്. അങ്ങനെ ഈ ഗേൾ ആരാണെന്നുള്ളത് അന്വേഷിക്കാനും, മരിച്ചു എന്തായാലും കുറ്റവാളി കണ്ടെത്തുക എന്നുള്ളതല്ല, അതിൻ്റെ ഐഡൻറ്റിറ്റി, ആ ഗേളിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തിയിട്ട് വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ ബെറിയൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. അത് ആ ഡോക്ടറുടെ ജേണിയാണ് ആ സിനിമയിൽ പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും സിനിമേൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഒരു പ്ലോട്ട് തരികയാണ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, ട്രൈ ഇറ്റ്. പിന്നെ ഈ സിനിമകളൊക്കെ അധികവും ഫോറിൻ സിനിമകൾ കാണുന്നത് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ഒന്നുമല്ല, കുറച്ച് സ്ലോ സിനിമകളാണ്. അപ്പോൾ അതും കൂടെ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ അത് നോക്കിയിട്ട് കാര്യമുള്ളൂ. ഇനിയിപ്പോൾ പൈസയൊക്കെ കൊടുത്ത് മൂവിയൊക്കെ എടുത്തിട്ട് നിങ്ങളെല്ലാ സിനിമയും ഉറക്കം തൂങ്ങി സിനിമയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ മിക്കിട്ട് കയറാൻ വരരുത്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എനിവേ, ഐ സീ യു ഓൾ ദ നെക്സ്റ്റ് വീഡിയോ. ചാനൽ നിങ്ങൾ ഇത്ര നേരം കണ്ടു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് സബ്സ്ക്രൈബ്. നബനേക്കാം.